അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. നമ്മൾ നമ്മുടെ മഞ്ചേരി ആനക്കയം ഈ ചേപ്പൂരിലെ ചിസ്തിയ എന്ന് പറയുന്ന ക്യാമ്പസിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഹാപ്പി സോണിൻ്റെ ഭാഗമായി സിൽം അക്കാദമിയുടെ ഒരു സ്ഥാപന കൂട്ടങ്ങളിലെ ഒരു സ്ഥാപനമായിട്ട് ഇവിടെ ചിസ്തിയ ക്യാമ്പസിൽ നമ്മൾ പുതുതായിട്ട് നമ്മുടെ ക്യാമ്പസ് ആരംഭിക്കുകയാണ്, വിദ്യാരംഭം നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അതിൽ തങ്ങളുടെ നേതൃത്വത്തിലാണ് അൽഹംദുലില്ലാ പള്ളിയും ഈ ബിൽഡിങ്ങും ഇതൊക്കെ വളർത്തിയെടുത്തത്. ഇവിടെയുള്ള നല്ല സജീവമായ നല്ല ഈ മതബോധമുള്ള അതുപോലെ മതചലനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനസ്സുകൾ അൽഹംദുലില്ലാ. അത് വലിയ സന്തോഷമുണ്ട്. ഇവിടെ വലിയ ചലനം ഉണ്ട്, ആൾക്കാർ ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഒരു വർഷം ഇവിടെ ദിവസം നടക്കുകയും ചെയ്തു. ഏകദേശം ഈ വർഷം മുതൽ നമ്മൾ ഹാപ്പി സോണിൻ്റെ നടത്തുകയാണ്. ഹാപ്പി സോണിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ള ആൾക്കാർ. ഹാപ്പി സോണിൻ്റെ ഒരു പൊതുവായ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ സാഹചര്യം എന്ന് പറയുന്നത് ധാരാളം വിദ്യാർത്ഥികൾ പലപ്പോഴും പലതരം പ്രയാസം നേരിടുന്നവർ അന്വേഷിച്ചു വരും, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അഡ്മിഷനും സാഹചര്യം ഒരുക്കി കൊടുത്താൽ തന്നെ നമുക്കാവശ്യമുള്ള പഠന പ്രയാസങ്ങൾ. പക്ഷെ ഈ പഠനപ്രയാസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പലരും പഠനപ്രയാസം എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടെന്ന് എല്ലാവരും കരുതാറുള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഈ കുട്ടിയെ മനസ്സിലാക്കാൻ അറിയുന്ന ഒരു അധ്യാപകൻ്റെ അസാന്നിധ്യമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ആരെയും കുറ്റപ്പെടുത്താനല്ല, സത്യാവസ്ഥ അതാണ്. അപ്പം അത്തരം കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അൽഹംദുലില്ലാ ഇവിടെ ഇപ്പം തന്നെ വന്ന കുട്ടികൾ ധാരാളം ഉണ്ട്. നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നല്ല ജനസാന്ദ്രതയുള്ള പ്രദേശമാണിത്. വിദ്യാർത്ഥികളിലൊക്കെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ളവരാണ്, എല്ലാ വിദ്യാർത്ഥികളും. പക്ഷേ വിദ്യാർത്ഥികൾ ഒരു 100 കുട്ടികളെടുത്താൽ അതിലൊരു 60, 70, 80% മാർക്ക് ലഭിക്കുന്ന കുട്ടികൾ എത്ര? അത് മദ്രസയിലാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ അത് ചെറിയൊരു ശതമാനം, 10% അല്ലെങ്കിൽ ചെറിയ ശതമാനമാണ് അത്ര മാർക്ക് കിട്ടുന്നവർ പൊതുവേ കണ്ടുവരുന്നത്. എന്നാൽ ഈ കുറവ് പരിഹരിക്കപ്പെടേണ്ടതാണല്ലോ. അത് പരിഹരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അവരർഹിക്കുന്ന സഹായം വിദ്യാർത്ഥികൾക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്നുള്ള ബോധം വരുന്നത് ഇവർ കുറേ മുതിർന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോഴേക്കും പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ അറിഞ്ഞു. അതായത് ഈ പഠനപ്രയാസം മറ്റ് ചില സ്വഭാവ ദൂഷ്യങ്ങളും ചില ക്രൈമും ആകുമ്പോഴാണ്, കുറ്റകൃത്യമാകുമ്പോഴേ അറിയുന്നുള്ളൂ. അതുവരെ അറിയുന്നില്ല. കാരണം സാരമില്ല, ആരെയും ശല്യം ചെയ്യുന്നില്ലല്ലോ, പോട്ടെ. അറിയുന്നത് ഈ പഠനപ്രയാസത്തിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവമാണ്. അതിൻ്റെ കുറേ ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് പഠനത്തിൽ മാർക്ക് കുറയുക, അവരിങ്ങനെ പിന്നോക്കം നിൽക്കുക. രണ്ടാമത്തതാണ് അവരുടെ വിനോദങ്ങളൊക്കെ റൂട്ട് മാറുക. മൂന്നാമത്തതാണ് ക്രൈം, ദേഷ്യം, പൊട്ടിത്തെറി, രക്ഷിതാക്കളെ തന്നെ തല്ലുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ. മൊബൈലിൻ്റെ ഒരു ദുരുപയോഗം കൊണ്ട് ചെറുപ്പത്തിലെ ഈ രൂപത്തിലേക്ക് വരുന്നുണ്ട്. വളരെ കുട്ടിക്കാലത്തെ ഈ വിഷയം, ഈ പ്രശ്നങ്ങളൊക്കെ ചെറുപ്പത്തിൽ വരുന്നുണ്ട്. അപ്പം അത്തരം വിദ്യാർത്ഥികൾക്ക് അൽഹംദുലില്ലാ നമ്മളെ ഈ ഇടപെടൽ നടത്തിയപ്പോൾ ഒരുപാട് നല്ല ബിരുദധാരികളായ പണ്ഡിതന്മാരും അധ്യാപകരും ഇത് പരിശീലിക്കുമ്പോൾ വലിയ റിസൾട്ട്. ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ താനൂർ അബ്ദുസലാം ഹസനി ഉസ്താദാണ് ഇവിടെ പ്രധാന മുദരിസായി നമ്മുടെ കൂടെ സേവനം ചെയ്യുന്നത്. അതിൻ്റെ അനുഭവം പറയാം. അധ്യാപന രംഗത്തും കുറെ പരിചയമുള്ള ആളാണ്, നല്ല പരിചയമുള്ള ഞങ്ങൾ ഉസ്താദിന് പരിചയമുള്ള അദ്ദേഹം പലപ്പോഴായിട്ട് 15 കൊല്ലത്തിലേറെ തദ്രീസ് ഉണ്ടെങ്കിലും പറയാറുണ്ട്, ഭയങ്കര പൊതുവെ മുദരിസുമാർ ആൾക്കാർക്ക് നല്ല ഇതൊക്കെ കാണുമ്പോഴും അവർ മാനേജ് ചെയ്യുന്നൊരു വിഷമം അവരെ അറിയുള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ദർസിലേക്ക് ആൾക്കാരെ അയക്കുക, എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രയാസം അനുഭവിക്കുമ്പോൾ കുട്ടികളെ അയക്കുക. എന്നാലോ ഇവർ ഈ വെള്ള ഡ്രസ്സ് ഇടുമ്പോഴേക്ക് ഇവരൊന്ന് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ നിരൂപിക്കും. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്ത് പോകണം മുദരിസ്. അപ്പോൾ അതൊരു വലിയ റിസ്ക്കാണ്. ഒരു സ്കൂളിനെ അപേക്ഷിച്ച് മറ്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് വലിയ റിസ്ക്കാണ്. അൽഹംദുലില്ലാ. പക്ഷേ ഈ ഒരു ഹാപ്പി സോണിൻ്റെ സിസ്റ്റത്തിൽ വന്നു ഒരു പരിശീലനത്തിന് വിധേയമായപ്പോൾ അത്ഭുതമാണ്. ഈ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, ഈ റമദാനിൽ മുഴുവനും പരീക്ഷയാണല്ലോ, കുട്ടികൾക്ക് സ്കൂൾ പരീക്ഷകൾ നടക്കുകയാണ്. ഈ പരീക്ഷകളുടെ പേരിൽ കൂടെ നിന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് പോലും കുട്ടികൾക്ക് നിർബന്ധപൂർവ്വം നാട്ടിൽ പോകണം എന്നുള്ള ധൃതിയില്ല. ഭയങ്കര അത്ഭുതമാണ്. എന്നാൽ അതൊരു നിർബന്ധിതമായി നിൽക്കുകയല്ല, പേടിച്ചിട്ടോ ഒന്നും നിൽക്കുകയല്ല. അങ്ങനെ മുമ്പ് ഇതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉസ്താദിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നാട്ടിലേക്ക് പോകാനുള്ള അതേ താല്പര്യം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാനുണ്ടാവുന്നു.
അതാണ് അതിൻ്റെ ശരി. അപ്പോഴാണല്ലോ ഇത് ആസ്വദിച്ച് ചെയ്യുന്നത്. പക്ഷെ അത് ഞാൻ ആദ്യമൊക്കെ പറയുമ്പോൾ ചിലർക്ക് അതൊരു കൗതുക. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാ എല്ലാവരും പറയുന്നു, പരിശീലിക്കുന്ന എല്ലാവരും ഒരുപോലെ പറയുന്നു ഇപ്പം അത് റെഡിയാണ്, കുട്ടികൾക്ക് വരാൻ ഒരു വിഷമവും ഇല്ല, കുട്ടികൾ കറക്റ്റ് വരുന്നു. അപ്പം അൽഹംദുലില്ലാ ആ ഒരു സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ 2 ഉസ്താദുമാർ ഓൾറെഡി ഉണ്ടാകും. പരിസരത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഹെൽപ്പ്, അതായത് പഠനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അല്ലാത്ത വിഷയങ്ങളിലൊക്കെ കുട്ടികൾക്കൊരു പുരോഗമനം വേണം, അവർക്ക് പ്രത്യേക ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് സമീപിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടുത്തെ ഉസ്താദുമാരുടെ നമ്പർ നമ്മൾ ഇതിൽ ചാറ്റ് ബോക്സിൽ ഇതിൽ കൊടുക്കും, അവർക്ക് ബന്ധപ്പെടാം. പിന്നൊന്ന്, എല്ലാ മാസവും ഇവിടെ ആത്മീയ മജ്ലിസ് നടക്കും, തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വം ഉണ്ടാവും. അത് മാത്രമല്ല അല്ലാതെയും സ്ഥാപനത്തിൻ്റെ സ്ഥിര നടത്തിപ്പിലും എല്ലാം ചിസ്തിയ ക്യാമ്പസിൻ്റെ പ്രധാന മുഖമായിട്ട് തങ്ങൾ ഉസ്താദ് ഉണ്ടാകും. ഇത് നമ്മളെ നാട്ടുകാരും പരിസരത്തുള്ളവരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതാ. ഇവരുടെ സാഹചര്യം വെച്ച് ഇത് വളരെ അത്ഭുതമാണ് ഇത്ര പെട്ടെന്നായത്. തീർച്ചയായിട്ടും അവരുടെ ഒരു ഇഖ്ലാസ് കൊണ്ടായിരിക്കും. ഇപ്പം ഇത് കാണാൻ നല്ല ഭംഗിയും ഒക്കെ ഉഷാറുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത്, ഒരു ബിൽഡിങ്ങോ ഇതൊന്നും ഇല്ലാത്ത സമയത്തെ തങ്ങൾ ഇവരെ കൂടെ നിൽക്കുകയും നേതൃത്വം കൊടുക്കുകയും. സ്ഥലമെടുപ്പ് മുതൽ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളുണ്ട് കൂടെ. മാഷാ അവരൊക്കെ നമ്മളോടുള്ളൊരു മഹബത്ത് അവർ പ്രകടിപ്പിച്ചതുകൊണ്ട് നമ്മളെന്നും അവരെ കൂടെ നിന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ പരിസരം തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ള പ്രദേശമാണ്. ഇപ്പോൾ ആദ്യത്തെ തവണ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു ഒറ്റപ്പെട്ട പ്രദേശമാവോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ തവണ ഞാൻ വരുമ്പോൾ ഈ റോഡിൽ നിന്ന് പിന്നെ ബസ് ഇറങ്ങി വരാനൊക്കെ അടുത്തേ ഉള്ളൂ, യാത്രയും സുഖമാണ്. ഇവിടെ എത്തിയാൽ ഈ ക്യാമ്പസ് ഒരു പ്രകൃതി, ചെറിയ ദൂരേ ഉള്ളൂ, പക്ഷേ ഒരു ടൗണിൻ്റെ ബുദ്ധിമുട്ടില്ല. പിന്നെ അൽഹംദുലില്ലാ നമ്മുടെ ഹാപ്പി സോണിൻ്റെ സിൽം അക്കാദമിയിൽ ഈ വർഷം നമ്മൾ 10 സ്ഥാപനമായിരുന്നു കണ്ടത്. പക്ഷേ ഇപ്പോഴുള്ള സിറ്റുവേഷൻ 20 ക്യാമ്പസുകൾ നമ്മുടെ ഈ വർഷം തന്നെ സിൽം അക്കാദമിയുടെ അണ്ടറിൽ ഉണ്ടാകുന്നത്. അതിന് നേതൃത്വം നൽകുന്ന അൻവർ ഹുസൈൻ ഉസ്താദാണ്. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടേഷൻ എന്ന് പറയുന്നൊരു പ്രൊഫഷൻ, അതായത് ഒരു സ്ഥാപനത്തിന് വേണ്ട എല്ലാ ഭാഗങ്ങളും അത് പിന്നെ ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ളത് ആവശ്യ സമയത്ത് മേൽനോട്ടം വഹിച്ച് വിലയിരുത്തി അത് നേടിക്കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പരിശീലിച്ചതാണ് അൻവർ ഹസനി ഉസ്താദ്. അൻവർ ഹസനി ഉസ്താദാണ് സിൽം അക്കാദമിയുടെ അതിൻ്റെ മാനേജിങ് നടത്തുന്ന നേതൃത്വം നൽകുന്നതും. തങ്ങൾ ഉസ്താദിന് നേരത്തെ പരിചയമുള്ള ആളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് പ്രധാന നേതൃത്വമായിട്ട് തങ്ങൾ ഉസ്താദും ഒക്കെ കൂടെ ഉണ്ടാകും. അൻവർ ഹസനി ഉസ്താദ് ഉണ്ടാകും, അതുപോലെ ത്വാഹിർ സഖാഫി ഉസ്താദ്, പിന്നെ നമ്മുടെ മഞ്ചേരി ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ടാകും. അവരൊക്കെ നേതൃത്വത്തിലാണ്, മേൽനോട്ടത്തിലും വിലയിരുത്തലിലുമാണ് ഈ വിഷയങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അത് നമ്മുടെ കാഴ്ചക്കാരെ പ്രേക്ഷകരെ ഇൻഷാ അല്ലാഹ് അറിയിക്കുന്നു. നമുക്ക് തുടർന്നും നമ്മുടെ ഇത്തരം വിഷയങ്ങളിലുള്ള ടോക്ക് സീരീസുകളും കാര്യങ്ങളും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതിൽ വരും. അതായത് പഠനവുമായി ബന്ധപ്പെട്ടും സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമുക്ക് പ്രേക്ഷകരോട് ഇത്രയാണ് പറയാനുള്ളത്. ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അതിൽ 8ാം ക്ലാസ് മുതൽ മേൽപോട്ടുള്ള +1 +2 ക്ലാസ്സുകളിലേക്കൊക്കെ അവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഏപ്രിൽ 21-ന് ഒരു പ്രത്യേക ക്യാമ്പ് വെച്ചിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ളവർ ഇവിടെ വെച്ചിട്ട് അതിൽ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്താൽ അവരെ അറിയിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ 21-ാം തീയതി ഏപ്രിൽ 21-ാം തീയതി നടക്കുന്ന ക്യാമ്പിൽ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്യുക. ഏതാനും വിദ്യാർത്ഥികൾക്ക് അവസരം, രക്ഷിതാക്കൾക്കും വരാം. രക്ഷിതാക്കൾക്ക് വന്നാൽ അവർക്ക് ആവശ്യമുള്ള മാർഗനിർദ്ദേശം നൽകും. കാരണം കുട്ടികളെ മാത്രം പഠിപ്പിക്കലല്ല ശരിക്കും നമ്മുടെ സിസ്റ്റം. രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് ഇവരോട് സമീപിക്കേണ്ടത് എന്നത്. കാരണം പല രക്ഷിതാക്കളുടെ ഒരു വിഷയമാണ്, അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഉഷാറായിരിക്കും, പക്ഷേ മക്കൾ അവരുടെ പെരുമാറ്റം കൊണ്ട് നേരെ ആകുന്നില്ല. അതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് കുഴപ്പമുണ്ടെന്നല്ല, ഈ വിഷയത്തിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല എന്നതാണ് അതിൻ്റെ ശരി. മറ്റു പല വിഷയത്തിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, ക്വാളിഫിക്കേഷൻ ധാരാളമുണ്ട്, പക്ഷേ ഈ സബ്ജക്റ്റിൽ അവർക്കില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം പാരൻ്റൽ ഇൻവോൾവ്മെൻ്റ് എന്ന പേരിൽ പാരൻറ്റിങ്ങും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരലൊക്കെ സ്വീകരിക്കുമാറാകുന്നു. വീണ്ടും കാണാം.
ഇൻഷാ അല്ലാ.